ഹിജാബിൻ്റെ കേസ് മറ്റേ സെയിൻറ് തെരേസ സ്കൂൾ. സെൻറ്റ് തെരേസ അതിലെങ്ങനെ ചെന്നിട്ട് അത് ഇതുപോലെ തന്നെ ഒരു അമ്മച്ചി എന്നെ വിളിച്ചു, ഷോണെ മോനെ എവിടെയാണ്? ഞാൻ എറണാകുളത്തുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്ന് അറിഞ്ഞില്ലേ? എന്താ പ്രശ്നം? ഇങ്ങനെ ഒരു സെൻറ്റ് തെരേസ സ്കൂള് അവിടെയുള്ള SDPക്കാരെല്ലാം കൂടെ കയറി അടപ്പിച്ചു. ചുമ്മാ ഒരു സ്കൂൾ ആരെങ്കിലും അടപ്പിക്കുമോ? എന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്ന് ഓർത്തിരുന്നു. ആ സ്കൂളിൽ കന്യാസ്ത്രീമാരെല്ലാം പേടിച്ചിരിക്കുക. നിങ്ങളല്ലേ ഇതിനകത്ത് ഇടപെടേണ്ടത്, നിങ്ങളെന്നാ പോകാത്തേ? അപ്പം സ്ഥിരമുള്ള പോലെ തന്നെ ഞാൻ അതിനൊരു വലിയ പ്രാധാന്യം കൊടുത്തില്ല. എന്നെ ഒരു ദിവസം അങ്ങനെ ഒരു 200 പേര് വിളിക്കാറുണ്ട് പല പല കാര്യങ്ങളായിട്ട്. അപ്പോൾ അതിന് ഗൗരവമുള്ളതാണെന്ന് നമുക്ക് തോന്നി. അപ്പം ഇങ്ങനെ നമ്മുടെ മേഖലയുമായി ബന്ധപ്പെടാത്ത ഇങ്ങനെ ഒരു അതും ഇതുപോലെ തന്നെ മട്ടാഞ്ചേരിയിലാണ്, പള്ളുരുത്തി. ഞാനൊരു വാട്സപ്പിൽ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്, മോനത് വായിച്ചു നോക്കാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് വായിക്കണമല്ലോ, ഒരമ്മയാണ് വിളിച്ചത്. ഞാൻ ആ വാട്സപ്പ് തുറന്ന് നോക്കിയപ്പോൾ സെൻറ്റ് തെരേസ സ്കൂളിൻ്റെ ഒരു നോട്ടീസാണ്. സ്കൂളിലിങ്ങനെ വലിയ സംഘർഷ സാധ്യതയുണ്ടായ സാഹചര്യം ഉണ്ടായതെന്നും സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തതുകൊണ്ടും സ്കൂൾ 2 ദിവസത്തേന് അടച്ചിടുന്നു. ഞാൻ അവിടെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റിനെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ PTA പ്രസിഡന്റിൻ്റെ നമ്പർ അയാൾ എടുത്തു തന്നു. ഞാൻ PTA പ്രസിഡന്റിനെ വിളിച്ചു, എന്താ സംഭവം? അയാൾ വിളിച്ചപ്പം പറഞ്ഞു ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ പാർട്ടി പ്രസിഡന്റ്, അന്ന് രാജവേട്ടൻ പ്രസിഡന്റാണ്. രാജവേട്ടൻ വിളിച്ചു, ഇങ്ങനൊരു സംഭവമുണ്ട്, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ഷോൺ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറഞ്ഞു. രണ്ടാമതൊരു വാക്കത്തും ചോദിച്ചില്ല, എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറഞ്ഞു. ഞാനവിടെ ചെന്നു. അപ്പോൾ പ്രിൻസിപ്പളില്ലായിരുന്നു. ഞാനവിടെ ചെന്നപ്പോൾ അവരൊരു ഭീതിയുടെ നിഴലിലാണ്. അവർക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. ഒരു അച്ഛൻ, തൊട്ടയിലൊക്കത്തെ പള്ളിയിലെ ഒരു അച്ഛൻ മാത്രം അവിടെ ഉണ്ടായിരുന്നു. പുറത്തു പറയാൻ പറ്റില്ല. 1-2 ചാനലുകൾ അവിടെ നിൽപ്പുണ്ട്. ഞാൻ അവിടെ ചെന്ന് ചാനലുകൾ അവർക്കെതിരാന്ന് തോന്നുന്നില്ല ആ സമയത്ത്. എതിരല്ല, പിറ്റേ ദിവസം എതിരായത്. 1-2 ചാനൽ അവിടെ നിൽപ്പുണ്ട്, ജനമുണ്ട്, മറുനാടൻ മലയാളിയുണ്ട് അവിടെ, വേറെ 1-2 ഷക്കീന പോലെയുള്ള 1-2 ചാനലുകളുണ്ട്. ഞാൻ അവിടുത്തെ പ്രതികരണം കൊടുത്തു, ഇത് പോക്കൃത്തരമാണ്. ഒരു സ്കൂളിൻ്റെ യൂണിഫോം അനുസരിക്കാൻ ബാധ്യത എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഒരു കുട്ടി ഹിജാബ് ഇട്ട് വന്നതല്ല ഇവിടുത്തെ പ്രശ്നം. 33 വർഷമായി മാന്യമായി നടക്കുന്നൊരു സ്ഥാപനത്തിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഒരു കൊച്ചിയെ ഹിജാബ് ഇടിപ്പിച്ച് വിട്ടതാണ് അവിടുത്തെ പ്രശ്നം. വിട്ടതാണ് പ്രശ്നം. അവിടെ ചെന്നു, ഞാൻ ഈ പ്രസ്താവന നടത്തി പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെല്ലുന്നിടം വരെ അവിടുത്തെ MP, MLA, പഞ്ചായത്ത് കൗൺസിലർ ആരും ചെന്നിട്ടില്ല. ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് സ്കൂൾ അടച്ചിട്ടേക്കുക. ഒരു ഹിജാബ് പ്രശ്നത്തിൻ്റെ മേൽ SDP അടപ്പിച്ച സ്കൂളാണ്.